രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രശ്നത്തിലേക്ക് കൺതുറക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ജോലിയില്ലാത്തവർക്കൊരു സുവിശേഷമുണ്ടാകുമോ? ദൈവവചനത്താൽ ജോലി മേഖലയിൽ വളരെയധികം കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, അതുപോലെ ജോലിയില്ലാത്തൊരു ജനത്തിനും വിദ്യാഭ്യാസമുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത, ആഗ്രഹിക്കുന്ന ജോലി നേടിയെടുക്കുവാൻ പറ്റാത്ത വ്യക്തികൾക്കുള്ള ഒരു സുവിശേഷമാണ് കടന്നു വരിക. വിലാപങ്ങൾ 4:1-2 വാക്യങ്ങൾ. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ എങ്ങനെ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെടുന്നു. ഇന്ന് നമുക്ക് കാത്തിരിക്കാം. ദൈവം ഒരു ചേഞ്ച് ലൈഫിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ നിരാശയും എടുത്തു മാറ്റി ആത്മാവോട് ചേർന്ന് ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി കാത്തിരിക്കാം. ദൈവം നിങ്ങളുടെ മേൽ കൈവച്ചു കഴിഞ്ഞു. നിരാശയുടെയും സംഘർഷങ്ങളുടെയും നീറുന്ന ജീവിതയാത്രയിൽ നീ തളരുന്നുവോ? ആരും നിന്നെ സഹായിക്കാനില്ല എന്ന ചിന്ത നിന്നെ കീഴടക്കിയോ? ജോലിയില്ലാത്തതിനാലും ജോലിയിലെ സംഘർഷങ്ങളും നിന്നെ തളർത്തുന്നുവോ? പ്രത്യാശയില്ലാതെ നീ കരയുന്നുവോ? ഇതാ ദൈവപുത്രൻ നിന്നെ ഏറ്റെടുക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ ഈ ആത്മസംഘർഷങ്ങളിലേക്ക് സൗഖ്യമായി, വിടുതലായി യേശു കടന്നുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇതാ സൗഖ്യം നേടുന്നു. നിരാശ നീങ്ങി നീ ഇതാ പ്രത്യാശയിലേക്ക് ചേർക്കപ്പെടുന്നു. വിദ്യാഭ്യാസത്തിൻ്റെയും വികസനത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ഒരു ജോലിയില്ലാഴിക ഒരു വലിയ പ്രശ്നമല്ല. പക്ഷെ ലോകരാജ്യങ്ങൾ എടുത്താൽ അൺഎംപ്ലോയ്മെന്റ്, ജോലിയുടെ സ്ട്രെസ്സും ജോലിയില്ലാഴികകളും ലോകത്തിൽ വളരെ വലിയ പ്രശ്നമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളുകളിൽ ഇത് കുതിച്ചുയരുന്ന ഒരു സംഖ്യയായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയായ ഒരു ദൈവത്തിൻ്റെ മകന്, മകൾക്ക് ഇതൊരു പ്രശ്നമാണോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-33 വാക്യം. ബൈബിൾ ഇങ്ങനെയാണ് പറയുക: ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു ജോലി ചെയ്യുവാനും ഈ ലോകത്തിൽ നിലനിൽക്കുവാനുമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ദൈവിക അനുഗ്രഹത്തിന് ചിലപ്പോൾ ആ ആഗ്രഹം തന്നെ ഒരു തടസ്സമാകാം. അതേസമയം നിന്റെ ജോലി മേഖലയും നിന്റെ ജീവിതവും ദൈവത്തെ വളർത്തുവാനും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനും നീ ഉപയോഗിക്കുമെങ്കിൽ ദൈവം അതുകൊണ്ട് തന്നെ നിനക്കൊരു ജോലി തരുവാൻ, കരുണ കാണിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട, അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രയോറിറ്റി എടുക്കേണ്ട മേഖല എന്ന് പറയുക ദൈവവിശ്വാസത്തിനും ദൈവത്തോടുള്ള അനുഗ്രഹത്തിനുമാണ്.
ഹെബ്രായരുടെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം, നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം എന്ന് ബൈബിൾ പറയുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട, അതുകൊണ്ട് തന്നെ കൂദാശകളും ദൈവവിശ്വാസവും ഒരൈക്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് നമുക്കൊരു നഷ്ടമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമതായി, നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്. വിലാപങ്ങൾ 4:1 പറയുന്നത് പോലെ സ്വർണം എങ്ങനെയാണ് മങ്ങിപ്പോയത്, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ ക്രൂശിതന്റെ നിഴലിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാം. ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക അതിൻ്റെ ആഴം എന്താണ് അതിൻ്റെ സാഹചര്യം എന്നത്. കഴിഞ്ഞ നാളുകളിൽ ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാനായി കടന്നു വന്നു. അവളുടെ പ്രശ്നം, എല്ലാ തരമുള്ള ഇൻ്റർവ്യൂവും അവൾ അനുഗ്രഹമായി മാറും. പക്ഷേ ജോലി ലഭിക്കേണ്ട സാഹചര്യത്തിൽ അവൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുകയോ അല്ലെങ്കിൽ അവൾക്ക് അത് ജോയിൻ ചെയ്യുവാനോ സാധിക്കാത്ത സാഹചര്യം. ഇതുകൂടാതെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോലിയും അവൾക്ക് ലഭിക്കുന്നില്ല. ആകെ വേദന കടന്നുപോയ അവൾ പ്രാർത്ഥനയിലൂടെ ഇതിന് ചോദ്യം ഉന്നയിക്കുവാൻ വേണ്ടി ദൈവത്തിന് മുന്നിലേക്ക് വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അവിടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യം കർത്താവ് ഇങ്ങനെ റിവീൽ ചെയ്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ടീച്ചറുമായി അവൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടായി. ഈ സമയം അവൾ ടീച്ചറുമായി വെറുക്കുകയും ടീച്ചർ അവളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒത്തിരി തകരുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അവൾ പഠിച്ചു പാസ്സായെങ്കിലും ഈ ടീച്ചറോടും ആ സബ്ജക്റ്റിനോടും അവൾ വെറുപ്പ് കാണിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട, ഈ സംഭവം ദൈവം റിവീൽ ചെയ്തപ്പോൾ അവൾ പൊട്ടിക്കരയുകയും ആ ടീച്ചറോട് ക്ഷമിക്കുകയും അവളുടെ ഉള്ളിലെ വെറുപ്പും എടുത്തു മാറ്റുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ അവളുടെ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു ഇന്റർവ്യൂ അനുഗ്രഹമായി മാറിയതായി അപ്പോയിൻമെന്റ് ലെറ്ററിലൂടെ അവൾക്ക് വെളിപ്പെട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട, ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒബ്സർവ് ചെയ്യുക, ആ തടസ്സത്തെ എടുത്തു മാറ്റുക. പോയിന്റ് നമ്പർ 2, കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ ജോലിയില്ല എന്ന് പറഞ്ഞ് കടന്നു വന്നു. പോസ്റ്റ് ഗ്രാജുവേഷനുള്ള വളരെ ശക്തമായ ഒരു മേഖല പഠിച്ച ഒരു മകൻ. പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയം കർത്താവ് റിവീൽ ചെയ്തൊരു സംഭവമാണ്, ഈ മകന്റെ ജീവിതത്തിൽ അവൻ തൻ്റെ സർട്ടിഫിക്കറ്റ് നേടുവാൻ വേണ്ടിയുള്ള എക്സാമിന് വളരെ ശക്തമായ ഒരു കോപ്പിയടി അവരുടെ കോളേജിലൂടെ കടന്നുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട, ഇവൻ ഏറ്റെടുത്തത് ആ സർട്ടിഫിക്കറ്റ് എന്നത് അവന്റെ ജീവിതത്തിൽ ഒരു കോപ്പിയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലായിരുന്നു. ഓർക്കുക, ഈ സാഹചര്യം ഇവന്റെ ജീവിതത്തിൽ ജോലി മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അനുഗ്രഹമായില്ല. കാരണം ദൈവം നീതിമാനാണ്, അനീതി പ്രവർത്തിക്കുന്നവനല്ല. അനീതിയിൽ ഒരു ഫലം സൃഷ്ടിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടമായി മാറും. ദൈവത്തിന് പ്രിയപ്പെട്ട, ഇതിനെന്താണ് പ്രതിവിധി? അവൻ ദൈവത്തിന് മുന്നിൽ പൊട്ടിക്കരയുകയും വളരെ നല്ലൊരു കുമ്പസാരം എടുക്കുകയും തൻ്റെ ജോലിയിൽ അനുഗ്രഹമായാൽ തൻ്റെ ജോലി മേഖല ദൈവരാജ്യത്തിനായി തുറന്നു കൊടുക്കാമെന്നും തൻ്റെ ജീവിതം വിട്ടുകൊടുക്കാമെന്നും അവൻ ആവശ്യപ്പെട്ടു. അതോടുകൂടി അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഒഴുകുവാൻ തുടങ്ങി. മൂന്നാമതായി, ഒരു പെൺകുട്ടി തൻ്റെ ജോലി മേഖലയിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാനിരുന്നു. അവളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്തൊരു സംഭവം ഇതായിരുന്നു. മറ്റൊന്നുമായിരുന്നില്ല, അവളുടെ ജീവിതത്തിൽ ജോലി നേടേണ്ട ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസിന് വേണ്ടിയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയും അവൾ ഒരു ഫേക്കായ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട, എന്ന് വച്ചാൽ കൃത്രിമമായി ഒരു സർട്ടിഫിക്കറ്റ് സൃഷ്ടിച്ച് അതിൻ്റെ ബേസിൽ അവൾ ജോലിക്ക് കയറി. സമയം കഴിഞ്ഞു പോയി. ഒരു 1-2 വർഷമായപ്പോൾ അവളുടെ ജോലിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു റീസൺ, ആ റീസണിൽ അവൾ തകർന്നു പോയി. ഞാൻ ദൈവത്തോട് വിലയം പ്രാപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏതായാലും ദൈവം അവളോട് റിവീൽ ചെയ്തു, നിന്റെ പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ടായ അനീതിയാണ്. അവൾ അവയെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും പിന്നീട് അവളുടെ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്ന പെൺകുട്ടിയുടെ
കേസും സ്ട്രക്ചറും മുഴുവൻ ദൈവം കരുണയോടുകൂടി എടുത്തു മാറ്റി. ഹെബ്രായരുടെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം ബൈബിൾ പറയുന്നു, കരുണയോടെ കൃപാവരത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മളോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് മാറേണ്ടത്? എവിടെയാണ് അനുഗ്രഹം തേടേണ്ടത്? ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തോടെ ചേർന്ന് നിൽക്കണം. അടുത്ത കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ചില പാപത്തിന്റെ മേഖലകൾ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ അവ നമ്മുടെ ജോലി മേഖലയെ വളരെ വ്യക്തമായി നമ്മൾക്ക് നെഗറ്റീവായി ബാധിക്കുന്ന സംഭവമാക്കി മാറ്റും. കഴിഞ്ഞ നാളിൽ കഠിനമായ മദ്യപാനത്തിൽ അകപ്പെട്ട ഒരു മകൻ തൻ്റെ ജോലിയിൽ പ്രശ്നങ്ങൾ നേരിട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മദ്യപാനം ഒരു പ്രശ്നമാണ്. അവിടെ അനീതി, അതുമല്ലെങ്കിൽ ദൈവം നൽകിയ അധികാരികളിലൂടെ നൽകിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് നഷ്ടമായി മാറും. ഇതേപോലെ തന്നെ ചെയ്യേണ്ട ജോലി ചെയ്യാതെ മറ്റു തരത്തിൽ കമ്പനിയെയോ ജോലി സ്ഥലത്തെയോ വ്യക്തിത്വങ്ങളെയോ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയിലും നാശങ്ങൾ കടന്നു വരാം. ഒബ്സർവ് ചെയ്യുക. പിന്നീട് അടുത്ത മേഖല എന്ന് പറയുക വ്യക്തിപരമായ പാപങ്ങളാണ്. അവ അവിശ്വാസമാകാം, അതുമല്ലെങ്കിൽ ചീത്തയായ ബന്ധങ്ങളാകാം, ഇതുമല്ലെങ്കിൽ ലൈംഗിക മേഖലയിൽ അശുദ്ധകരമായ കൂട്ടുകെട്ടാകാം. ഏതായാലും വിശുദ്ധിയുടെ മേഖലയിൽ ഏത് സാഹചര്യം വന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടം വരുത്തും. കൈക്കൂലിയും അനാഥരെയും അശരണരെയും വിധവകളെയും പീഡിപ്പിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജോലി മേഖലയിൽ നഷ്ടം വരുത്തും. അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എക്സ്റ്റേണൽ സിൻസ് ആണോ ഇന്റേണൽ സിൻസ് ആണോ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ ബാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ മേഖലയിൽ ഒരു പശ്ചാത്താപം എടുക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുക കോൺഫിഡൻസ് ആണ്. വിശ്വാസത്താൽ വളരെ ശക്തമായി ദൈവത്തിന് മുന്നിൽ നിൽക്കുക. കാരണം നമ്മുടെ കോൺഫിഡൻസ് ലൂസായാൽ ഇന്റർവ്യൂവിലും ജോലി കിട്ടുന്ന മേഖലയിലും നമ്മൾ ഒരു നിരാശയിലേക്ക് നയിക്കപ്പെടാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനെ മകളെ, അതുകൊണ്ട് തന്നെ വിശ്വാസത്താൽ ധീരതയോടെ ഈ പ്രശ്നത്തെ നേരിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തൊരു തലമെന്ന് പറയുക ജോലി കിട്ടാതിരിക്കുന്ന സാഹചര്യവും ചില പ്രശ്നങ്ങളും ദൈവഹിതം തന്നെയാണ്. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി ദുബായിൽ ഒരു എയർലൈൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഏതോ ഒരു സാഹചര്യത്തിൽ അവളുടെ ജോലിയിൽ പെട്ടെന്നുണ്ടായ ഒരു വലിയ പ്രശ്നം അവളെ ജോലി മേഖലയിൽ നിന്ന് പുറത്താക്കി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൊട്ടിക്കരഞ്ഞ അവൾ കർത്താവിന്റെ മുന്നിൽ വിലയം പ്രാപിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട കണ്ണീരുകൊണ്ട് അവൾ ദൈവത്തിന്റെ പാദങ്ങൾ കഴുകി. അവൾ ചെയ്ത ദൈവീകമായ കർമ്മം പശ്ചാത്താപത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നീണ്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദിവസങ്ങൾ കഴിഞ്ഞില്ല, അതേ രാജ്യത്ത് പുതിയ എയർലൈൻസ് ദൈവം സൃഷ്ടിച്ച് അവിടെ ഉണ്ടായ ഒരു ഇന്റർവ്യൂവിൽ അവൾക്ക് ജോലി കിട്ടി. അതിലും വലിയ കാര്യം, കിട്ടിയ ജോലിയിൽ അവൾക്ക് കടന്നുപോയ ജോലിയിൽ നിന്നും ഉയർന്ന സാലറിയോടുകൂടി സമാധാനത്തോടുകൂടി അവൾക്ക് ജോലി കിട്ടി. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ജോലി മേഖലയിൽ കടന്നു വരാം. സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവായ ചിന്തകളും നിൽക്കുന്ന സ്ഥലത്ത് നമ്മളോട് അനീതിയും അകാരണമായ പീഡനങ്ങളും ഒക്കെ തോന്നാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഏത് സാഹചര്യമായാലും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ നേടിയെടുക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുവാൻ തയ്യാറെങ്കിൽ ദൈവം നിന്നെ നടത്തും. ഇനിയുള്ള സമയം അനുഗ്രഹത്തിന്റെ സമയമാണ്. ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായി ആശ്രയിക്കേണ്ട ഒരേ ഒരു വ്യക്തി എന്ന് പറയുക യേശു ക്രിസ്തുവാണ്. ലോകത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാം, ഇന്ത്യയിൽ ഉണ്ടാകാം, ചെറിയ കൊച്ചു ഗ്രാമത്തിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും അതുണ്ടാകാം. പക്ഷേ ഓർക്കുക, നിങ്ങൾക്കതുണ്ടാകരുത്. കാരണം ദൈവം തെരഞ്ഞെടുത്ത ഒരു മകനാണ്, മകളാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കി നിൽക്കുക. ഒരു വിശ്വാസി ജോലി കിട്ടുകയും ദൈവത്തിന് സാക്ഷിയായി മാറുകയും സഭയിൽ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യേണ്ടത് വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. ഈ ക്രൂശിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ഈ വാക്കു പറയുമ്പോൾ ഒട്ടും പുറകോട്ട് പോകുന്നില്ല.
ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, വിദൂര ദേശത്ത് നിന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്ന, ഇസ്രായേലിലൂടെ നടന്നുപോയ മകനായ വ്യക്തിയെ കൊണ്ട് ദൈവം കുരിശ് ചുമപ്പിച്ചു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ചില അനുഗ്രഹങ്ങൾ കാത്തിരുന്ന് ലഭിക്കണമെന്നില്ല. ചിലത് ദൈവത്തിൻ്റെ പദ്ധതിയായി നമ്മുടെ ജീവിതത്തിൽ മഴ പോലെ പെയ്യുന്നതാണ്. അതുകൊണ്ട് കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയാം. ദൈവമേ, ഈ നിമിഷം ഈ വേദനയിലൂടെ കടന്നു പോകുന്ന, ജോലി മേഖലയിൽ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഈ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ നിരാശയിലിരിക്കുന്ന ഈ മകനും മകളും തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ മേഖലകളും കർത്താവിന് വിട്ടു നൽകട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ കരുണയാൽ പാപത്തിൽ നിന്ന് വിടുതലും പശ്ചാത്താപത്താൽ അനുഗ്രഹവും, ഈ സ്വർണം ഈ തങ്കം അനുഗ്രഹം പ്രാപിക്കുന്നതായി മാറട്ടെ. പിതാവേ, നിന്റെ വലിയ സാന്നിധ്യം ഒഴുകട്ടെ. കരുണയോടുകൂടി ക്രൂശിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളികൾ ഈ മക്കളുടെ ശിരസ് തൊട്ട് പാദം വരെ ഒഴുകട്ടെ. കേസിനാലും അകാരണമായ പീഡനങ്ങളാലും നിരാശയാലും വേദനയാലും കടന്നു പോകുന്ന കുഞ്ഞുങ്ങളും, ജോലിയില്ലാത്ത മക്കളും, വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളും അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവം തൊടട്ടെ, പരിശുദ്ധാത്മാവ് ഒഴുകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം ഈ ക്രൂശിതന്റെ തിരുവിലാവിൽ നിന്നൊഴുകിക്കൊണ്ട് കുരിശിലെ ശക്തി ഇവർക്ക് രക്ഷാകര ശക്തിയായി മാറട്ടെ. കർത്താവേ, നിന്റെ ആത്മാവ് ഒഴുകട്ടെ. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും ദൈവത്തിന്റെ ആത്മാവും ഈ മക്കളുടെ മേൽ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവ് ഈ മക്കളെ തൊടട്ടെ. സകല പ്രശ്നങ്ങളെയും മാറ്റിമറിക്കുന്ന ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ. ജീവിക്കുന്ന യേശു നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. വരമാക്കി നീ മരക്രൂശന്നാശതൻ ശിലയാക്കി നീ, തിരുത്തോളിൻ നോവുകൾ വരമാക്കി നീ മരക്രൂശന്നാശതൻ ശിലയാക്കി നീ. തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം. തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം. തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു, ക്രൂശിതനീശോയെ ആരാധിക്കുന്നു. തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു, ക്രൂശിതനീശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കാരുണ്യനാഥനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു.
ദൈവം ഇന്ന് നമ്മൾക്ക് വിമോചനമേകുകയാണ്. ജോലിയില്ലാത്തവർക്ക് ദൈവം അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതി നൽകുകയാണ്. വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് തൻ്റെ ജോലിയിൽ സമാധാനം നൽകുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവം എന്താണ് ഇന്ന് നമ്മൾക്ക് നൽകുക? ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 50:15 ദൈവവചനം പറയുന്നു, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട പൈതലേ, ഈ അനർത്ഥം, ഈ കാലം ഒരു മോചനമേകുവാനും അതോടൊപ്പം നിന്നെ ദൈവം ഉയർത്തുവാനുമാണ് ഇത് ഉപയോഗിക്കുക. ഏത് സാഹചര്യമാകാം, ടെൻഷനാകാം, സ്ട്രെസ്സാകാം, ഒരു തീരുമാനമെടുക്ക്. ഒരു നല്ല കുമ്പസാരത്തിന് എവിടെയോ വന്നുപോയ സകല തെറ്റുകളെയും ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുവന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് സമർപ്പിക്കുക. രണ്ടാമതായി, ഒരു വിശുദ്ധീകരണം, ഒരു സാങ്ക്ടിഫിക്കേഷൻ ജീവിതത്തിൽ ഉണ്ടാവുക. ഏതൊക്കെ മേഖലകളിലാണോ ഞാൻ അഡിക്ഷൻ ഉള്ളത്, അവയിൽ നിന്നൊക്കെ ഒന്ന് പിൻവലിഞ്ഞ് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിരവധി പേരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഓർക്കുക, അനർത്ഥകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, അവൻ നിനക്ക് ഉത്തരമരുളും. ഉത്തരമരുളുവാൻ, കൈപിടിക്കാൻ, നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ഒരുവനെ ഈ ലോകത്തിലുള്ളൂ, നസ്രാനായ യേശുക്രിസ്തു. ഒരു വാക്ക് ചൊല്ലുക, ദൈവമേ, ഞാൻ എവിടെയായാലും എൻ്റെ ജീവിതം അങ്ങേ മഹത്വപ്പെടുത്തും. ദൈവം നിങ്ങളുടെ കൺകളിൽ സ്പർശിച്ചുകൊണ്ടേയിരിക്കുന്നു. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസ